മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കാൻ ശരിയായ മാർഗമെന്ത്? കുട്ടികളുടെയും മുതിർന്നവരുടെയും ഡിജിറ്റൽ ശീലങ്ങൾ പുനഃപരിശോധിക്കേണ്ട സമയമാണിത്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കാനുള്ള വഴികൾ പരിശോധിക്കാം. സ്ക്രീൻ ടൈം മനസ്സിലാക്കാൻ ആൻഡ്രോയിഡ് ഫോണുകളിൽ സെറ്റിങ്സിൽ പോയിട്ട് ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പേരൻ്റൽ കൺട്രോൾസ് അതിലെ ഡാഷ്ബോർഡിൽ ചെക്ക് ചെയ്യുക. ഐഫോൺ ആണെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് സ്ക്രീൻ ടൈം നോക്കിയിട്ട് സീ ഓൾ ആക്ടിവിറ്റി എന്ന ഓപ്ഷനിലേക്ക് പോവുക. ഇവിടെ സോഷ്യൽ മീഡിയ, ഗെയിംസ്, യൂട്യൂബ്, ചാറ്റുകൾ എന്നിങ്ങനെ ഓരോ വിഭാഗത്തിൻ്റെ സമയം കാണും. സ്ക്രീൻ ടൈം കുറയ്ക്കാൻ ഓരോ ആപ്പിനും സമയം നിശ്ചയിച്ചാൽ അതിനപ്പുറം അത് ഉപയോഗിക്കാനാവില്ല. ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ ഡിജിറ്റൽ വെൽബീയിങ്ങിൽ പോയിട്ട് ഡാഷ്ബോർഡിൽ പോയിട്ട് സെറ്റ് ടൈമർ ചെയ്യുക. അവിടെ ആപ്പ് സെലക്ട് ചെയ്തിട്ട് ഒരു ഡെയിലി ലിമിറ്റ് സെറ്റ് ചെയ്യാം. ഐഫോണിലാണെങ്കിൽ സ്ക്രീൻ ടൈമിൽ പോയിട്ട് ആപ്പ് ലിമിറ്റ്സിൽ ആഡ് ലിമിറ്റ്, അത് കഴിഞ്ഞിട്ട് സെലക്ട് ആപ്പ് കാറ്റഗറി എന്ന ഓപ്ഷനുണ്ട്, അതിൽ ടൈം ഡ്യൂറേഷൻ കൊടുക്കുക. കുട്ടികളുടെ ഫോൺ ഉപയോഗം നിയന്ത്രിക്കാൻ പാരൻ്റൽ കൺട്രോൾ ആപ്പുകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഗൂഗിൾ ഫാമിലി ലിങ്ക് ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഫാമിലി ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക. പാരൻറ്റിൻ്റെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. കുട്ടിയുടെ ഫോൺ ലിങ്ക് ചെയ്യുക. സ്ക്രീൻ ടൈം, ആപ്പ് കൺട്രോൾ, ലൊക്കേഷൻ ട്രാക്കിംഗ് തുടങ്ങിയവ സജ്ജീകരിക്കുക. കൂട്ടുകാർക്ക് ഇത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. മൊബൈലിൻ്റെ ഉപയോഗം കുറയ്ക്കുക. താങ്ക് യു.